ശുണ്ഠ വിസർജനം നടന്നതിന് ശേഷം 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ മാത്രമേ അതിൻ്റെ ലൈഫ് സ്പാൻ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഈ സുരക്ഷാ കാലം എന്നുള്ളത് അണ്ടോൽപാദനം നടന്ന് പൂർണ്ണ വളർച്ചയെത്തുന്ന ആ പീരീഡിൽ ശാരീരികമായി ബന്ധപ്പെട്ടാൽ മാത്രമേ ഗർഭധാരണം നടക്കുകയുള്ളൂ. ഓവുലേഷൻ്റെ ആദ്യത്തെയും ഓവുലേഷൻ കഴിഞ്ഞതിന് അണ്ടോൽപാദനം കഴിഞ്ഞതിന് ശേഷമുള്ള അവസാനത്തെ പീരീഡും സുരക്ഷാ കാലമാണെന്നാണ് പറയുന്നത് അല്ലേ? അത് ഏതാണ്ട് എത്ര കാലം വരുന്നു? ഓവുലേഷൻ്റെ അല്ല, പീരീഡ് മെൻസസിന്റെ ആദ്യത്തെ കാലഘട്ടവും അവസാന കാലഘട്ടവും ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഓവുലേഷന് മുന്നേ ഒരു 5 ഡേയ്സും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 5 ഡേയ്സുമാണ് അതിൻ്റെ സേഫ്റ്റി പീരീഡ് ഏകദേശം അപ്രോക്സിമേറ്റ്. ഈ സുരക്ഷാ കാലം സേഫ് പീരീഡ് ഗർഭധാരണം നടക്കാതെ ലൈംഗികമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് മാസമുറ ആരംഭിക്കുന്ന ആദ്യത്തെ 10 ദിവസവും ആ മാസമുറ വരുന്നതിന് തൊട്ട് മുമ്പുള്ള അവസാനത്തെ ഒരു 10 ദിവസം ആ സമയത്താണ് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട്. പക്ഷേ ഈ പീരീഡിൻ്റെ കാലമൊന്നും ഓവുലേഷൻ്റെ ടൈമൊന്നും കറക്റ്റായിട്ട് നമുക്ക് പറ്റാത്തതുകൊണ്ട് അപ്പോൾ അതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വേറെ എന്തെങ്കിലും കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുക, ഒരു എക്സ്ട്രാ കോൺട്രസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സേഫ് പീരീഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കോണ്ടമോ ഇപ്പോൾ ബാരിയർ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുക, അല്ലാത്ത സമയത്ത് അല്ലാതെ ഇൻ്റർകോഴ്സ് ചെയ്യും. ഈ ബാരിയർ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് പുരുഷന്മാർക്ക് കോണ്ടം ഉപയോഗിക്കാം, സ്ത്രീകളിലും കോണ്ടം അവൈലബിൾ ആണ്. സ്ത്രീകളുടെ കോണ്ടവും അവൈലബിൾ ആണ്, പക്ഷെ അതൊന്നും യൂസ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റിയും പിന്നെ സക്സസ് റേറ്റ് ഫെയിലിയർ റേറ്റ് കൂടുതൽ, അതുകൊണ്ടൊന്നും അതിനകത്ത് അത്ര ഒരു പ്രചാരത്തിൽ എത്തിയിട്ടില്ല. പലപ്പോഴും അത് ഫെയിലായിട്ട് വരുന്നതാണ് കാണാറ്. മെയിൽ കോണ്ടം തന്നെ ഫെയിലിയർ റേറ്റ് വളരെ കൂടുതലാണ്, 20% ഫെയിലിയർ റേറ്റ് ഉണ്ട്. 20% ഫെയിലിയർ റേറ്റ് ഉണ്ട് കോണ്ടംസ്. ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. ഫെയിലിയർ റേറ്റ് കൂടുതലാണ് കറക്റ്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പലപ്പോഴും കോണ്ടം പലപ്പോഴും റപ്ചറായി പോകും, പൊട്ടിപ്പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. പിന്നെ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതിൽ ഒന്ന് കോപ്പർട്ടിയാണ്. കോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഡെലിവറിക്കുള്ള ഇൻ്റർവെൽ ആ സമയത്ത് ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് കോപ്പർട്ടി. സ്പേസിങ്ങിന് വേണ്ടിയിട്ട് സ്പേസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ ഡെലിവറി ആവാത്തവർക്ക് കോപ്പർട്ടി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് പറഞ്ഞത്. കോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പക്ഷേ അണ്ടർ യൂട്ടിലൈസ്ഡ് കോൺട്രാസെപ്റ്റീവാണ്. കാരണം എല്ലാവർക്കും പേടിയാണ് കോപ്പർട്ടി ഇട്ടാൽ നടുവേന വരും, കോപ്പർട്ടി ഇട്ടാൽ ഇൻഫെക്ഷൻ വരും. ശരിക്കും ഉപയോഗിച്ച് ഇൻഫെക്ഷൻ ഇല്ലാത്ത സമയത്ത് ഇടുകയും പ്രോപ്പർ മെത്തേഡ് വെച്ച് ഉപയോഗിക്കുകയും ചെയ്താൽ കോപ്പർട്ടി ഏറ്റവും നല്ല കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ടാണ് പറയപ്പെടുന്നത്. എപ്പോഴാണ് ഇത് ഏറ്റവും ഐഡിയലായിട്ട് ഇടാൻ പറ്റുന്ന സമയം? ഐഡിയലായിട്ട് ഇത് കോപ്പർട്ടി ഇടുന്നത് നമ്മൾ ഓവുലേഷൻ്റെ തൊട്ട് മുന്നേ ആദ്യത്തെ പീരീഡ്സ് തുടങ്ങിയിട്ട് ആദ്യത്തെ 10 ഡേയ്സിനുള്ളിൽ ഇടുന്നതാണ് നല്ലത്. പീരീഡ്സ് തുടങ്ങി ബ്ലീഡിങ് നിന്നിട്ട് ഒരു 10 ഡേയ്സിനുള്ളിൽ, അത് കഴിഞ്ഞാൽ 8, 9, 10 ഡേയ്സിൽ ഇടുന്നതാണ് കോപ്പർട്ടി ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഫെയിലിയർ റേറ്റ് കുറവാണ്, പക്ഷേ നമ്മൾ ഇത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. ആൾക്കാർക്ക് ഒരു ഇതിനൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ. ഇതൊരു ചെറിയ ലോഹത്തിന്റെ ഒരു ടീ പോലെയുള്ളൊരു ഇത് ഗർഭാശയത്തിനകത്ത് നിക്ഷേപിക്കുകയല്ലേ? ഇത് ഗർഭാശയത്തിനകത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിയാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പെക്കലം പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് എക്സ്പോസ് ചെയ്തിട്ട് ഡയറക്റ്റ് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്ന സാധനമാണ് ഈ കോപ്പർട്ടി. പലതരം കോപ്പർട്ടി ഉണ്ട്. ഇത് കോപ്പർ 375 എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് എന്തൊക്കെയാണ് ഇതിന്റെ മറ്റ് പല തരമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തിനൊക്കെയാണ്? അതിൻ്റെ ലൈഫ് സ്പാനെല്ലാം ഡിഫറെൻ്റ് ആണ്. കോപ്പർട്ടി 380A എന്ന് പറഞ്ഞത് ഗവൺമെൻറ് സപ്ലൈയിലുള്ളത്, അതിന് പിന്നെ 10 years നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പലതിനും പല കോപ്പർ റിലീസിൻ്റെയും എല്ലാം പല വ്യത്യാസങ്ങളുണ്ട്. ഒരു തവണ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടികൾ വേണം എന്ന് തോന്നുന്ന സമയത്ത് ഇത് മാറ്റിവെച്ച് സാധാരണ പോലെ ഉള്ള ദാമ്പത്യ ജീവിതം തുടർന്നാൽ വീണ്ടും പഴയ പോലത്തെ ഇത് റിമൂവ് ചെയ്ത് അടുത്ത സൈക്കിളിൽ തന്നെ നമുക്ക് കൺസീവ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ നടുവേദനയോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല അല്ലേ? നടുവേദനയും ഒന്നും സാധാരണ ഇതുകൊണ്ട് ഉണ്ടാവണമെന്നില്ല. നമ്മൾ നേരത്തെയുള്ള നടുവേദനയും ഇതിൻ്റെ മുകളിലേക്ക് വരാവുന്നതാണ് സാധാരണ കാണാറ്. പിന്നെ ഇൻഫെക്ഷൻ വരാം അപൂർവമായിട്ട്, വജൈനൽ ഇൻഫെക്ഷൻ മുകളിലേക്ക് കയറി പെൽവിക് ഇൻഫെക്ഷൻ അവർക്ക് ആയി വരാം. പിന്നെ അപൂർവമായിട്ട് ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ടാവാം, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്ത് കളയാം, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെയുള്ള മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ്. ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കമ്പൈൻ കോൺട്രാസെപ്റ്റീവ് പില്ല്. അതാണ് ഒരു ടൈപ്പ് ഓഫ് പില്ലാണിത്. ഏറ്റവും ലോ ഡോസായിട്ട് ഉപയോഗിക്കുന്ന ഒരു പില്ലാണ് ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഏത് സമയത്താണ് റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ടോ? ഇത് ഉപയോഗിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പിന്നെ മാരീഡ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മാരേജ് നമുക്ക് കോൺട്രാസെപ്ഷൻ വേണം. ഫസ്റ്റ് 6 months 1 year കോൺട്രാസെപ്ഷൻ വേണമെങ്കിൽ ഇതൊരു ഐഡിയൽ മെത്തേഡാണ്. അതുപോലെ അൺമാരീഡ് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊരു ഐഡിയൽ കോൺട്രാസെപ്ഷനാണ്. അപ്പോൾ ഇത് പിന്നെ പീരീഡ്സിൻ്റെ 2nd day മുതൽ തുടങ്ങുക, 21 days ഉപയോഗിക്കുക, പിന്നെ 7 days ഉപയോഗിക്കാതിരിക്കുക, വീണ്ടും 8th day മുതൽ വീണ്ടും തുടങ്ങുക, അങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കുക. പക്ഷെ മറന്നു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ റെഗുലറായിട്ട് ഗുളിക കഴിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊരു അത്ര ഒരു ആക്സെപ്റ്റബിൾ അല്ല. നമുക്കായാലും അത് ബുദ്ധിമുട്ടല്ലേ.
അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു അത്ര ഡിസഡ്വാൻറ്റേജ് ആണത്. കമ്പൈൻ പില്ല് പറഞ്ഞ പോലെ വേറെ പല ടൈപ്പ് പില്ലുകളുണ്ട്. പ്രൊജസ്ട്രോൺ ഓൺലി കോൺട്രാസെപ്ഷൻ. ഇപ്പോൾ ഈ ലാക്ടേഷണൽ പീരീഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഐഡിയൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്, ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഓൺലി പില്ലാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അത് ഇതേപോലെ തന്നെ 21 ഡേയ്സ് ഉപയോഗിക്കുക, റെഗുലറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇഞ്ചക്ഷബിൾ കോൺട്രാസെപ്റ്റീവ് ഉണ്ട്. ഹോർമോണൽ കോൺട്രാസെപ്ഷൻ തന്നെ ഇഞ്ചക്ഷൻസ് ഉണ്ട്. 1 in 3 months ഉപയോഗിക്കാവുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്. പിന്നെ അതിനെല്ലാം ഇഞ്ചക്റ്റീവ് കോൺട്രാസെപ്റ്റീവ്, ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ് ആൾക്കാർ ആക്സെപ്റ്റബിൾ അല്ല പല ആൾക്കാർക്കും. അതാണ് ഒരു പ്രശ്നം. പിന്നെ രണ്ടാമത്തത് അതിന് ചിലപ്പം ഇറഗുലർ മെൻസസ്, ഇറഗുലർ ബ്ലീഡിങ് അങ്ങനത്തെ സൈഡ് എഫക്റ്റ് ഒന്നും നമുക്ക് ആൾക്കാരെ അതൊരു വേണ്ടെന്നാണ് എല്ലാവരും പറയാറ് സാധാരണ ഇഞ്ചക്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്. പിന്നെ ഇംപ്ലാൻസ് ഉണ്ട്, ഈ സ്കിന്നിൻ്റെ അടിയിലെല്ലാം വെക്കുന്ന കോൺട്രാസെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ അങ്ങനെ അധികം ഉപയോഗിക്കാൻ എന്ന് കാണാറില്ല. ഡോക്ടർ, ഈ പോസ്റ്റ് കോയിറ്റൽ പിൽസ്, അതായത് ശാരീരികമായി ബന്ധപ്പെട്ടതിന് ശേഷം ഉപയോഗിക്കുന്ന ചില ഗുളികകളുണ്ടല്ലോ, പരസ്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അത് എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണ്, അതിന് സക്സസ്ഫുൾ ആണ്? അതിനെ നമ്മൾ പറയുന്നത് പോസ്റ്റ് കോയിറ്റൽ പിൽ അല്ലെങ്കിൽ എമർജൻസി കോൺട്രാസെപ്ഷൻ എന്നാണ് അതിന് പറയുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നിട്ട് 72 hours ടാബ്ലറ്റ് കഴിക്കണം. അപ്പോൾ ടാബ്ലറ്റ് ഹൈ ഡോസ് ആണെങ്കിൽ ഹൈ ഡോസ് ടാബ്ലറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്, അതൊരു സിംഗിൾ ടാബ്ലറ്റ് മതി. അല്ലെങ്കിൽ കുറച്ച് ഡോസ് മുമ്പ് അവൈലബിൾ ആയത് 2 ഡോസ് 12 hours വിതിൻ 72 hours ഫസ്റ്റ് ഡോസ് ഉപയോഗിക്കുക, 12 hours കഴിയുമ്പോൾ സെക്കൻഡ് ഡോസ് ഉപയോഗിക്കുക. അങ്ങനെ എമർജൻസി കോൺട്രാസെപ്ഷൻ അത് ആ സൈക്കിളിൽ സക്സസ് ആണ്. പക്ഷേ അതൊരു ലോങ് ടേം കോൺട്രാസെപ്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരു സൈക്കിളിലോ 2 സൈക്കിളിലോ ഉപയോഗിക്കാന്നല്ലാതെ അതൊരു റുട്ടീൻ കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. എമർജൻസി കോൺട്രാസെപ്ഷൻ ആണ്. അതിന് സൈഡ് എഫക്റ്റ് വല്ലതുണ്ടോ? അതിന് കാര്യമായ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ചിലപ്പോൾ ഇറഗുലർ ബ്ലീഡിങ് ഒരു സൈഡ് എഫക്റ്റ് ആയി വരാം. പിന്നെ ചിലപ്പോൾ ഫെയിലായിട്ട് എക്ടോപിക് പ്രഗ്നൻസി ഒക്കെ വരാം. ഫെയിലായാലും നമ്മൾ മറ്റു മെത്തേഡ് ഉപയോഗിച്ച് അബോർഷൻ ആക്കേണ്ടി വരും. ഡോക്ടർ, ഇനിയിപ്പോൾ നമ്മൾ പെർമനന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലേ, ഈ ട്യൂബെക്ടമി, വാസെക്ടമി പോലെയുള്ളത് പെർമനന്റ് ആക്കി ഉപയോഗിക്കാവുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. ഒന്ന് ട്യൂബെക്ടമി, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ, പിന്നെ മെയിൽ സ്റ്റെറിലൈസേഷൻ. ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്രസിൻ്റെ സൈഡിലുള്ള ഫെലോപ്പിയൻ ട്യൂബ് കട്ടിൻ്റെ ഒരു ഭാഗം പോർഷൻ കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ കെട്ടിവെക്കുകയോ ചെയ്യുന്നതാണ് ട്യൂബെക്ടമി അല്ലെങ്കിൽ ട്യൂബൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അത് പെർമനൻറ്റ് മെത്തേഡാണ്. അതാണ് നമ്മൾ ഇപ്പം ഫാമിലി കംപ്ലീറ്റ് ചെയ്തവർക്ക്, ഇപ്പോൾ 2 കുട്ടികളോ അല്ലെങ്കിൽ 3 കുട്ടികളോ ആയവർക്ക് പെർമനൻ്റ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ്. പുരുഷന്മാരിൽ ചെയ്യുന്നത്, സ്ത്രീകളിൽ ചെയ്യുന്നതാണ് ട്യൂബെക്ടമി. അപ്പോൾ അത് പെർമനൻറ്റ് സ്റ്റെറിലൈസേഷനാണ്. അത് പിന്നെ നമുക്ക് വീണ്ടും പ്രഗ്നൻസി വേണമെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടായിരിക്കും, വീണ്ടും റിവേഴ്സലൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ പുരുഷന്മാരിൽ ചെയ്യുന്നതാണ് വാസെക്ടമി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് എന്ന് പറഞ്ഞ ട്യൂബ്, അത് ഈ ബീജം വരുന്ന ട്യൂബ് കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാണ് വാസെക്ടമി. അത് പിന്നെ പുതിയ മെത്തേഡ് നോൺ സ്കാൽപ്പൽ വാസെക്ടമി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന, ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന NSV നോൺ സ്കാൽപ്പൽ വാസെക്ടമി എന്ന് പറഞ്ഞാൽ മിനിമലി ഇൻവേസീവ് ആണ്. ചെയ്തിട്ട് 1 മണിക്കൂർ വീട്ടിൽ പോവുക. അങ്ങനെ വേറെ ഈ ട്യൂബെക്ടമിയും വാസെക്ടമിയുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അത് വലിയൊരു പ്രൊസീജിയറാണോ, അത് വേദനയുള്ളതാണോ, അതെന്ന് പറയാം. ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ പല മെത്തേഡിലുണ്ട്. ഓപ്പൺ ചെയ്യുന്ന മെത്തേഡുണ്ട്, ലാപ്രോസ്കോപ്പി. ഇപ്പം കോമൺ ആയിട്ട് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ലേഡീസിൽ ചെയ്യുന്നത്. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് മിനിമലി ഇൻവേസീവ് പ്രൊസീജിയറാണ്. പക്ഷേ മിക്കവാറും അനസ്തീഷ്യ കൊടുത്ത് ചെയ്യേണ്ടി വരും. അനസ്തീഷ്യ കൊടുക്കാതെയും ചെയ്യാം, അനസ്തീഷ്യ കൊടുത്തിട്ടും ചെയ്യാം. പക്ഷേ അനസ്തീഷ്യ കൊടുക്കാതെ ചെയ്താൽ പെയിൻ ഉണ്ടാവും. അനസ്തീഷ്യ കൊടുത്ത് ചെയ്യുമ്പോൾ അനസ്തീഷ്യ വേണമെന്നുള്ളതല്ലാതെ വേറെ പെയിനെല്ലാം വളരെ കുറവായിരിക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമില്ല. ദിവസം വന്നാൽ അന്ന് തന്നെ ചെയ്ത് അന്ന് തന്നെ പോകാൻ പറ്റും. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് റെസ്റ്റ് ഒന്നും ആവശ്യമില്ല. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട ആവശ്യമില്ല. പുരുഷനായാലും സ്ത്രീ ആയാലും ആരോഗ്യമുള്ള ഒരു തലമുറ ജനിക്കുന്നത് ആരോഗ്യമുള്ള ഒരു അമ്മയിൽ നിന്നാണ്. അമ്മമാരുടെ, നമ്മുടെ പെങ്ങന്മാരുടെ, ഭാര്യമാരുടെ ആരോഗ്യം നമ്മുടെ സ്വന്തം ആരോഗ്യം പോലെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം.